ലീഗ് വമ്പന്മാരും തമ്മിലുള്ള ഒരു സർവൈവൽ ക്രാഷ്. ഇതൊരു ചെറിയൊരു ക്രാഷായിട്ട് കണക്കാക്കേണ്ട. അൺഡൗട്ടഡ്ലി ഈ ഒരു മത്സരം തീപാറും. കാരണം ഐ ലീഗ് വമ്പന്മാരായിട്ടുള്ള രാജസ്ഥാൻ യുണൈറ്റഡും ISL വമ്പന്മാരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയും രണ്ട് ടീമുകളും 5 വിദേശ താരങ്ങളുമായി ഫുൾ സ്ക്വാഡിലാണ് ഈ ഒരു സൂപ്പർ കപ്പ് മത്സരത്തിന് ഇറങ്ങാൻ പോകും. ഒരുപാട് നാൾ കാത്തിരുന്ന ആ മറ്റൊരു ലീഗ് മത്സരം വന്നിരിക്കുകയാണ്. ഡേവിഡ് കട്ടാലയുടെ കീഴിൽ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ബ്ലാസ്റ്റേഴ്സിന് ഈ വർഷം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടീം ക്ലബിനും ആരാധകർക്കും ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. മാത്രമല്ല ദിസ് ക്ലബ് ഹാസ് ബീൻ ഡിസർവിംഗ് മോർ എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സമയം ആയിട്ടുണ്ട് എന്നാണ്. ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ അതിന് പിന്നിൽ കോടാനുകോടി ജനങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയാനാണെങ്കിലും കോടാനുകോടി ഇല്ലെങ്കിലും ലക്ഷക്കണക്കിന് ആരാധകർ പ്രാർത്ഥനയോടെ മിഴി തുറക്കുന്നത് ഈ ഒരു പുതിയൊരു സ്റ്റാർട്ടിന് വേണ്ടിയാണ്. ഇതുവരെ നടന്നതും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതുമെല്ലാം പോസിറ്റീവായിട്ട് കാണുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി അതൊക്കെ വിട്ടിട്ട് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും രാജസ്ഥാനെ കുറിച്ചുമുള്ള ഒരു മാച്ച് പ്രിവ്യൂയിലേക്ക് വരാം. ആദ്യം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ അവരുടെ സ്ക്വാഡിൽ നിന്നും 3-4 താരങ്ങളെ ട്രിം ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും മികച്ചൊരു രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ക്വാഡ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ കഴിയുന്നുണ്ട്. ISLലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലും ഇത്രയും വലിയൊരു പ്രതിസന്ധി നേരിടുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു 5 വിദേശ താരങ്ങളെയും സൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. നേരെ മറിച്ച് രാജസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ അവരത്ര ചെറിയ ടീമായിട്ടൊന്നും നമുക്കൊരിക്കലും കണക്കാക്കാൻ കഴിയില്ല. ഐ ലീഗിലെ തന്നെ ഏറ്റവും അതിശക്തരായ വമ്പന്മാർ തന്നെയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് FC. അവരുടെ ആ ഒരു സ്ക്വാഡിലേക്ക് നോക്കുകയാണെങ്കിൽ 5 വിദേശ താരങ്ങളും അവരുടെ ടീമിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 3 ഘാന താരങ്ങളും ഒരു സ്പാനിഷ് താരവും ഒരു കൊളംബിയൻ താരവുമാണ്. അങ്ങനെ മൊത്തം 5 വിദേശ താരങ്ങളുമായി അവരുടെ സ്ക്വാഡും ഏകദേശം സെറ്റ് തന്നെയാണ്. ഹൈദരാബാദ് FCയിൽ നിന്നും ടേക്ക് ഓവർ ചെയ്യപ്പെട്ട സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയേക്കാൾ, ഇപ്പോൾ പുതുതായിട്ട് ഡെബ്യൂ ചെയ്ത ഡൽഹിയേക്കാൾ എത്രയോ ശക്തരാണ് ഈ പറഞ്ഞ രാജസ്ഥാൻ യുണൈറ്റഡ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബ്ലാസ്റ്റേഴ്സിന് ഇത് വെറും ഒരു മത്സരമാക്കി മാത്രം കണക്കാക്കിയാൽ പോരാ. ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റുന്ന ഇടത്ത് പ്രയോഗിച്ച് മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കുക, അതുവഴി ഗോളുകൾ നേടി ആ ഒരു മാച്ചിന്റെ എൻടയർ ഡെപ്ത് സ്വന്തമാക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഒരു ന്യൂട്രൽ സിറ്റുവേഷനിൽ ഒരിക്കലും ഈ ഒരു മാച്ചിനെ കൊണ്ടുപോകാൻ പാടില്ല. അതാണ് ആദ്യത്തെ കാര്യം. രാജസ്ഥാൻ യുണൈറ്റഡ് അത്ര ചെറിയൊരു ടീമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്ന ടീമാണോ? ഒരിക്കലും അല്ല. അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റേജിലേക്ക് ആ ഒരു മത്സരത്തിൻ്റെ ഗതി കൊണ്ടുപോകാതിരിക്കുക. മാക്സിമം അഡ്വാൻറ്റേജ് എടുത്ത് കളി മെനഞ്ഞെടുക്കുക, അതുവഴി ഗോളുകൾ നേടുക. എങ്കിൽ ശുഭതുടക്കത്തോടെ തന്നെ ഈ ഒരു സീസണിലെ ആദ്യ വിജയം നേടിയെടുക്കാനും കഴിയും. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ടീം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡ് വീഡിയോ ആക്കി തന്നെ നമ്മൾ അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് കോൾഡോ പിയട്ട, ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്പാനിഷ് സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള കോൾഡോയും ആഡ്രിയാൻ ലൂണ എന്ന ഒരു കോമ്പിനേഷനൊക്കെ വെച്ചുകൊണ്ട് ഒരു കമ്പാരിസൺ വീഡിയോ മാച്ചുകൾ ഡീകോഡ് ചെയ്ത് ഇരുവരുടെയും ആ ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം രാജസ്ഥാൻ യുണൈറ്റഡിൻ്റെ ആ ഒരു 11ലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാൻ യുണൈറ്റഡിൻ്റെ മുഖ്യ പരിശീലകനായിട്ട് സ്പാനിഷുകാരനായിട്ടുള്ള പുഷ്പേന്ദ്ര കുണ്ടു എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഈ ഒരു ടീമിനെ നയിക്കുക. ഇദ്ദേഹം ഇറക്കാൻ സാധ്യതയുള്ള ഫോർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ 4-2-3-1 എന്നൊരു ഫോർമേഷനിൽ തന്നെയായിരിക്കും ഇദ്ദേഹം കൂടുതലും ഇറക്കാൻ സാധ്യതയുള്ളത്. ഗോൾ കീപ്പറായിട്ട് ജെയിംസ് കിറ്റാനും. ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ ബാക്കിൽ അങ്ങ് ഘാന താരം അബ്ദുൽ സമീദാണ്. പിന്നെ മറ്റൊരു സെൻട്രൽ ബാക്കായിട്ട് ഗുരുസിമ്രാജ് സിംഗ് ഗില്ലുമാണ്. ഇനി രാജസ്ഥാന്റെ പ്രതിരോധത്തിൽ വിങ് ബാക്കായിട്ട് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ഹെർമൻജോത് കബ്ര റൈറ്റ് ബാക്കിലും ലെഫ്റ്റ് ബാക്കിൽ ലാൽ ഫെൽഹീവയും. 4-2-3-1 എന്ന ഫോർമേഷനിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഘാന താരമായിട്ടുള്ള അബ്ദുൽ ഹാലിഫ് ഖുഡുവാണ്. ഓൾറെഡി സെൻട്രൽ ബാക്കായിട്ടൊരു ഘാന താരമുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം 3 ഘാന താരങ്ങൾ ഈ ഒരു സ്ക്വാഡിലുണ്ട്. ഒപ്പം മറ്റൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ടൊങ്ഡോബ നൗറോവുമുണ്ട്. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 3ാമത്തെ ഘാന താരം എബനേസർ അബും. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ അനികീത് പഞ്ചാലും ലെഫ്റ്റ് വിങ്ങിൽ വില്യം പൗളിയാൻ ഹുമ്മുമാണ്. ഇനി രാജസ്ഥാന്റെ എലോൺ സ്ട്രൈക്കറായിട്ട് സെൻട്രൽ ഫോർവേഡ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഗെറാഡ് ആർട്ടിഗാസ് എന്ന് പറയുന്ന സ്പാനിഷ് താരമാണ്. ഇദ്ദേഹം ഒരു സ്പാനിഷ് താരമായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിൽ എത്ര തലവേദന ഉണ്ടാക്കുമെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാം. സോ എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം കച്ച കെട്ടിയേ മതിയാവും. അങ്ങനെ ആകെ മൊത്തം ഈ ഒരു 11 നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ്, അവർ കൊണ്ട് കഴിയാവുന്നതിലും ബെസ്റ്റ് ആയിട്ടുള്ളൊരു 11 രാജസ്ഥാൻ യുണൈറ്റഡ് ഇറങ്ങുന്നത്. ഇതിനെ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ മറികടക്കുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് വരാം.
കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കട്ടാല ഈ ഒരു മത്സരത്തിൽ ഇറക്കാൻ സാധ്യതയുള്ള ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ 4-2-3-1 എന്ന അതേ ഒരു ഫോർമേഷൻ, അതായത് രാജസ്ഥാൻ യുണൈറ്റഡിന്റെ അതേ ഒരു ഫോർമേഷനിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സും ഇറങ്ങാൻ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് മലയാളി താരമായിട്ടുള്ള സച്ചിൻ സുരേഷും, ഇനി പ്രതിരോധത്തിലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ ബാക്കിൽ പുതിയ സ്പാനിഷ് സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ജുവാൻ റോഡ്രിഗസും ഒപ്പം ബികാഷ് യുംയാമുമാണ്. ഇവർ തമ്മിൽ മികച്ചൊരു കോർഡിനേഷനും മികച്ചൊരു കെമിസ്ട്രി വർക്കൗട്ട് ആക്കി എടുക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന് ആദ്യം വേണ്ടൊരു കാര്യം. ഇനി വിങ് ബാക്കുകളിലേക്ക് വന്നു കഴിയുമ്പോൾ റൈറ്റ് വിങ് ബാക്കിൽ അമേർ അനവഡയും ലെഫ്റ്റ് വിങ് ബാക്കിൽ നവോച്ച സിംഗുമാണ്. 4-2-3-1 എന്ന ഫോർമേഷനിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് മലയാളി താരം വിപിൻ മോഹനനും മറ്റൊന്ന് ഡാനിഷ് ഫറൂഖുമാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും ഒരു ഉറുഗ്വേൻ മാന്ത്രികൻ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓവറോൾ എൻജിൻ അഡ്രിയാൻ ലൂണയാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ. ഇനി വിങ്ങുകളിലേക്ക് വരികയാണെങ്കിൽ മലയാളി താരം നിഹാൽ സുധീഷും ഒപ്പം ലെഫ്റ്റ് വിങ്ങിൽ മൊറോക്കൻ ഈഗിൾ നോഹ സദോയും. ഇനി CFൽ എലോങ് സ്ട്രൈക്കറായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ എഡീഷൻ സ്പാനിഷ് താരമായിട്ടുള്ള കോൾഡോ ഒബിയട്ടയുമാണ്. ലക്ഷക്കണക്കിന് ആരാധകരുടെ എല്ലാ പ്രതീക്ഷകളും ഇദ്ദേഹത്തിൻ്റെ കാലുകളിലാണ്. എതിരാളികളുടെ ബോക്സിൽ ഇദ്ദേഹത്തിന് മാന്ത്രികത കാണിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അപ്പം അങ്ങനെ രാജസ്ഥാനെ വീഴ്ത്തിക്കൊണ്ട് സൂപ്പർ കപ്പിലെ ആദ്യ വിജയത്തിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാം നല്ല പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് തന്നെ ശുഭപ്രതീക്ഷകളുമായി ബ്ലാസ്റ്റേഴ്സ് ആദ്യ അരങ്ങേറ്റത്തിൽ തന്നെ വിജയം നേടി പുതിയൊരു സീസൺ ആക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറയാം, അതായത് മറ്റന്നാൾ, അതായത് 30-ാം തീയതി നടക്കാൻ പോകുന്ന സൂപ്പർ കപ്പ് ടെലികാസ്റ്റിൻ്റെ കാര്യം പറയാതെ ഞാൻ വീഡിയോ നിർത്തിക്കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൻ്റെ ടെലികാസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് സൂപ്പർ കപ്പ് എന്ന ഒഫീഷ്യൽ പേജിൻ്റെ യൂട്യൂബ് പാനലിലൂടെ ആയിരിക്കും. ഇനി അതുമല്ല, നമുക്കൊരു ലൈവ് തുടങ്ങാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേഷനൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ലൈവ് സെക്ഷനും നമ്മുടെ വോയിസ് ഓവർ കമൻട്രി ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു ലൈവ് സെക്ഷൻ പോകണമെന്നുണ്ട്. അപ്പോൾ അതിന് സബ്സ്ക്രൈബർ കൗണ്ട് നമുക്ക് വേണ്ടത്ര രീതിയിലില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബും ആ ഒരു പിന്തുണയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എളുപ്പം ആ ഒരു ലൈവ് ഇൻഡിക്കേഷൻ വെച്ചുകൊണ്ടുള്ളൊരു ആ മാച്ചിൻ്റെ സമയത്ത് നമുക്ക് ലൈവ് വരാൻ കഴിയും. സോ അപ്പോൾ എന്തായാലും ഇനി അധികം പറയുന്നില്ല, ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കായിക ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങളുമായി സെനിക്സ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.